സോ നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ആണ്. സോ കഴിഞ്ഞ ദിവസം ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്തിരുന്നു, പക്ഷേ ആ ടൈപ്പ് പ്രോബ്ലംസ് ഒന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കത്തില്ല. അപ്പോൾ ഇന്ന് മുതൽ ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ചത് ഞാനൊരു പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിലൊരു ഫെമിലറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോബ്ലം ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് സാധാരണയല്ല ക്വസ്റ്റ്യനകത്ത് ഫിഗർ തരത്തില്ല. ഫിഗർ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കി ഫിഗർ നമ്മൾ തന്നെ വരച്ചെടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 50% ജോലി തീർന്നു. കാരണം എല്ലാ പ്രോബ്ലത്തിൻ്റെയും പ്രൊസീജിയർ ഒരേപോലത്തെ പ്രൊസീജിയറാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഒരു 1-2 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും. പക്ഷേ ആ ക്വസ്റ്റ്യൻ വായിച്ച് ആ ഫിഗർ വരച്ച് ഓരോ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നതിനകത്താണ് നമ്മുടെ പകുതി ജോലി ഇരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് വായിച്ച് ഡിസൈൻ എ ഷാഫ്റ്റ് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം ആൻ ഇലക്ട്രിക് മോട്ടോർ ടു എ ലേത്ത് ഹെഡ് സ്റ്റോക്ക്. ഇലക്ട്രിക് മോട്ടറിൽ നിന്നും എങ്ങോട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു സെക്കൻഡ്. ഓക്കെ, പവർ ഫ്രം ആൻ ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് എങ്ങോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? ലേത്തിൻ്റെ ടെയിൽ സ്റ്റോക്കിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ത്രൂ എ പുള്ളി. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു പുള്ളി ഉപയോഗിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ബൈ മീൻസ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ നമുക്ക് ഒരു പുള്ളി ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അത് ബെൽറ്റ് ഡ്രൈവ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലായി. പുള്ളിയുടെ വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ വെയിറ്റ് എത്ര? വെയിറ്റ് ഓഫ് എ പുള്ളി ഈക്വൽ ടു 200 ന്യൂട്ടൺ. തന്നിരിക്കുന്ന എടുത്ത് എഴുതുക. ആൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 300 മില്ലിമീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്. അതായത് ബിയറിംഗ് ഷാഫ്റ്റിൻ്റെ ബിയറിങ്ങിൽ നിന്നും 300 മില്ലിമീറ്റർ മാറിയിട്ടാണ് പുള്ളി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കാം. ഒരു ഷാഫ്റ്റ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ ബിയറിംഗ് ഞാൻ ഈ എൻഡിൽ കൊടുക്കുക. ഇതാണ് ഷാഫ്റ്റിൻ്റെ ബിയറിംഗ്. ഈ ഷാഫ്റ്റിൻ്റെ ബിയറിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓക്കെ, ലേറ്റായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കിതിനകത്തൊരു ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് ലേത്തിൻ്റെ ഹെഡ് സ്റ്റോക്കിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു പുള്ളിയും ഒരു ബെൽറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഒരു പുള്ളിയുണ്ട്, ഒരു ബെൽറ്റ് ഡ്രൈവ് ഉണ്ട് അല്ലേ? പുള്ളിയുടെ വെയിറ്റ് എത്രയാണ്? പുള്ളിയുടെ വെയിറ്റ് ഓഫ് പുള്ളി W is equal to 200 ന്യൂട്ടൺ ആൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 300 മില്ലിമീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്. അപ്പോൾ സെൻറ്റർ ഓഫ് ബിയറിംഗ്, അപ്പോൾ ഞാനൊരു ഷാഫ്റ്റ് വരച്ചു കണ്ടോ, ഒരു ഷാഫ്റ്റ് വരച്ചു. ഷാഫ്റ്റിൻ്റെ ബിയറിംഗ് ഇത് വരച്ചു. ബിയറിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പുള്ളി വരുന്നത്? 300 മില്ലിമീറ്റർ മാറിയിട്ടാണ് പുള്ളി വരുന്നത്. എന്താണിത്, ക്ലാസ് തുടങ്ങി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു ഷാഫ്റ്റ് തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ ഒരു ബിയറിങ് മാർക്ക് ചെയ്യുന്നു. ആ ബിയറിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ട്? 300 ഡിസ്റ്റൻസ് മാറിയിട്ട് എന്ത് ഉണ്ട് ഇവിടെ? 300 ഡിസ്റ്റൻസ് മാറിയിട്ട് ഇതെന്തുവാ? പുള്ളിയുണ്ട് അല്ലേ? ഇനി നമുക്ക് പിന്നെന്ത് പറഞ്ഞേക്കുന്നത്? ദ ഡയമീറ്റർ ഓഫ് പുള്ളി ഈസ് 200 മില്ലിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഓഫ് പുള്ളി ഡയമീറ്റർ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 200 മില്ലിമീറ്റർ. ഓക്കെ, അതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് ഈസ് എത്ര? പവർ ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അറ്റ് എത്രയാണ്? എത്ര RPM? 120 RPM അല്ലേ? ദ ആംഗിൾ ഓഫ് ലാപ്പ് ഓഫ് ബെൽറ്റ് ഈസ് ആംഗിൾ എത്ര? ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 180 ഡിഗ്രീനെ എങ്ങനെയാണ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പൈ റേഡിയന് വെച്ചാൽ എത്ര? 5 റേഡിയൻ വെച്ചാൽ എത്ര?
അപ്പോൾ 180 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ റേഡിയൻ, പൈ എന്ന് വെച്ചാൽ എന്തുവാ 3.14 അല്ലേ? അപ്പോൾ നമുക്ക് 180 ഡിഗ്രി വെച്ചാൽ 3.14 റേഡിയന് കൊടുക്കാം, ആണല്ലോ. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? The shock and factory factors between bending and twisting are 1.5 and 2. ഈ ഒരു സാധനം കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഡേറ്റ ബുക്കിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുമായിരുന്നു, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ബെൻഡിങ്ങിൻ്റെ ആണ് 1.5, ഇപ്പോൾ CM ഈസിക്കൽ ടു 1.5 ആൻഡ് ട്വിസ്റ്റിങ്ങിൻ്റെ ആണ് 2, അപ്പോൾ CT ഈസിക്കൽ ടു 2 ആൻഡ് അലോബിൾ ഷിയർ സ്ട്രെസ് ഇൻ ദി ഷാഫ്റ്റ് മേ ബി ടേക്കൺ ആസ് 35. അന്ന് വെച്ചാൽ എന്താണ് ടോ മാക്സ്, മാക്സിമം അലോബിൾ സ്ട്രെസ് എത്രയാണ്? ടോ മാക്സ് എത്ര? ടോ മാക്സ് 35 മെഗാപാസ്കൽ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. ഡിസൈൻ എ ഷാഫ്റ്റ്, ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുക. പറഞ്ഞേക്കുന്നത് ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലേത്തിൻ്റെ ഹെഡിലോട്ട് നമ്മൾ പവർ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു പുള്ളി ബെൽറ്റും യൂസ് ചെയ്തിട്ടാണ് ഈ മോട്ടറിൽ നിന്ന് ലേത്തിൻ്റെ ഹെഡിലോട്ട് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇത് ലേത്തിൻ്റെ ഷാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ കൊടുക്കുന്നത് ഒരു പുള്ളി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ പുള്ളി ഇവിടെ വെച്ചേക്കുക. അപ്പം ഈ പുള്ളി യൂസ് ചെയ്തിട്ടാണ് പവർ കൊടുക്കുന്നത്. പിന്നെ പുള്ളിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് പുള്ളിയുടെ വെയിറ്റ്? എത്ര? 200 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ പുള്ളി എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ബിയറിംഗ് സെൻറ്ററിൽ നിന്ന് 300 മില്ലിമീറ്റർ മാറിയിട്ടാണ് പുള്ളി ലൊക്കേറ്റ്. ഇപ്പോൾ ബിയറിംഗ് ഷാഫ്റ്റ് വരച്ചു, ഈ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിലെ ബിയറിംഗ് കാണിച്ചു. അവിടുന്ന് ബിയറിംഗ് സെൻറ്ററിൽ നിന്ന് 300 mm അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ പുള്ളി വരച്ചു. പിന്നെ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് 1 kW ആണ്. അത് നമ്മൾ 1 kW എഴുതി അറ്റ് 120 RPM. ആംഗിൾ ഓഫ് ബെൽറ്റ് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രീനെ റേഡിയനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? പൈ റേഡിയൻ വെച്ചാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 180 ഡിഗ്രി എന്തുവാ? പൈ റേഡിയനാണ്. അപ്പോൾ പൈ എന്ന് വെച്ചാൽ എന്തുവാ? 3.14. അപ്പോൾ 3.14 റേഡിയൻ. ദ ഷോക്ക് ആൻഡ് ഫാക്ടർ ഫോർ ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ആർ 1.5 and 2. അപ്പോൾ ബെൻഡിങ്, അപ്പോൾ ഇത് സാധാരണ ഇത് നമ്മുടെ ഡേറ്റ ബുക്കിന് എടുക്കേണ്ട ഡേറ്റയാണ്, പക്ഷേ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബെൻഡിങ് എന്ന് വെച്ചാൽ CM ആണ്. CM എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിട്ടും. പിന്നെ എന്താ എന്തൊക്കെയാണ്? ട്വിസ്റ്റിംഗ് CT ഈസിക്കൽ ടു എത്ര എന്തൊക്കെയാണ്? CT ഈസിക്കൽ ടു 2.0. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം തന്നെ ചോദിക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആർക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം. ഏതാ? അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ആംഗിൾ ഓഫ് ബെൽറ്റ് ലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്, ഇതാണ് നമ്മുടെ ബിയറിങ് ആണല്ലോ. ഇവിടാണ് നമ്മുടെ പുള്ളി. സംശയമുണ്ടോ? പുള്ളി ഈ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇത് പുള്ളിയുടെ സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. എത്രയാണ്? 300 മില്ലിമീറ്റർ അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാൻ പോവാം. ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ എന്തുവരും? പുള്ളി വരുമ്പം വലിയൊരു സർക്കിൾ വരയ്ക്കാം അല്ലേ. പുള്ളി വലിയ സർക്കിൾ വരയ്ക്കാം. നടുക്കെന്താണ്? ഷാഫ്റ്റ് കാണിക്കാം ഇല്ലേ. ഇനി നമുക്ക് ഈ പുള്ളിക്ക് പവർ കിട്ടുന്നത് എങ്ങനെയാ? താഴെ എന്ത് വെച്ചിട്ടുണ്ട്? ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് അല്ലേ. ഈ മോട്ടറിൻ്റെ റോട്ടർ ഇവിടെ ഉണ്ട്. ഈ റോട്ടറും ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തേക്കുക? ബെൽറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുക. ഓക്കെ, ബെൽറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പം ഉണ്ടോ? സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 2 ബെൽറ്റ് ഉണ്ട് അല്ലേ. 2 ബെൽറ്റ് അല്ല, ഒരു ബെൽറ്റ് ഇങ്ങനെ ഒരു കൺവെയർ ബെൽറ്റ് മാതിരി ഇതിലോട്ട് കണക്ട് ചെയ്തേക്കുക. അപ്പം നമുക്ക് 2 ടെൻഷൻ ഉണ്ടല്ലോ. ഇത് T1 ഈ T2 എടുത്ത്. അപ്പോൾ ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഈ ബെൽറ്റ് എത്രമാത്രം ആംഗിളിലാണ് ഈ ഒരു പുള്ളിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു എന്നുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ജസ്റ്റ് പറയുകയെന്നുണ്ടെങ്കിൽ ഇത്രയും ആംഗിളാണ്
എന്താ പറയുന്നത്, ഈ ബെൽറ്റ് ഈ പുള്ളിയുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ലാപ്പ്. ഇവിടെ ആംഗിൾ ഓഫ് ലാപ്പ് എത്ര വന്നേക്കുന്നത്? 180 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? ആംഗിൾ ഓഫ് ലാപ്പ് എന്താണെന്ന് ക്ലിയർ ആയോ? നമ്മുടെ ഈ ബെൽറ്റ് പുള്ളിയുമായിട്ട് എത്രമാത്രം ലെങ്തിൽ കോൺടാക്റ്റ് വരുന്നു ആ ഒരു ലെങ്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുന്നത്. അപ്പം ബെൽറ്റിന് 2 ടെൻഷൻ കാണുമല്ലോ, ഒന്ന് ടൈറ്റ് സൈഡും കാണും, ഒന്ന് സ്ലാക്ക് സൈഡും കാണും അല്ലേ? T1 T2 എടുത്ത് നമുക്ക് അറിയത്തില്ല ഏതാ ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡ്, നമ്മൾ ജസ്റ്റ് T1 T2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആംഗിൾ ഓഫ് ലാപ്പ് തീറ്റ എന്താണെന്ന് മനസ്സിലായല്ലോ. തീറ്റ എന്താ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കണ്ടേ ഇപ്പോൾ ഷാഫ്റ്റിന് ഡിസൈൻ വേണ്ടിയിട്ട്? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഏത് ഇക്വേഷൻ എടുത്തത്? ഏത് ഇക്വേഷൻ എടുത്തത് എന്ന് പറഞ്ഞേ. D0 ഏതാ പറ, നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്ത് പോയില്ലെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ തന്നെ പറ. 51 മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ D0 16/π ടോ മാക്സ് ഇൻറ്റു എന്താണ് അല്ല CM സോറി √CM M the whole square plus CT T the whole square into 1/1 minus k raised to 4 raised to 1/3. ഈ k എന്ന് പറഞ്ഞ ടൈം ഇവിടെ ഉണ്ടോ? കെയുടെ വാല്യൂ എന്തുവാ? സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് കെയുടെ വാല്യൂ എന്ത് കൊടുക്കണം? സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞേ. സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ കെയുടെ വാല്യൂ എന്തുവാ? ഇവിടെ മനസ്സിലാവുന്നില്ല. കെയുടെ വാല്യൂ 0. അപ്പോൾ ബാക്കി എന്തുകൊണ്ട്? ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തൊന്ന് പറഞ്ഞേ. D = DO എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഒരു ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. 2 ഡയമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ DO എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ D = എന്ത് വരും? ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ D = 16/π ഇൻറ്റു ടോ മാക്സ് ഇൻറ്റു പിന്നെന്തുണ്ട് √CM IM ഹോൾ സ്ക്വയർ അല്ലേ, പ്ലസ് CT ഇൻറ്റു T ദ ഹോൾ സ്ക്വയർ റേസ് ടു 1/3. ഇതിനകത്ത് അറിയാൻ വയ്യാത്തതും അറിയാവുന്നതും എടുത്ത് എഴുതിക്ക്. ടോ മാക്സ് അറിയാം, CM അറിയാം, CT അറിയാം. അറിയാൻ വയ്യാത്ത എന്തുവാ? M അറിയത്തില്ല. അറിയോ? ഇല്ല. T അറിയത്തില്ല. അറിയോ? ഇല്ല. അപ്പം നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ പവർ തന്നിട്ടില്ലേ? പവർ എത്ര വന്നേക്കുന്നത്? 1 കിലോവാട്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു പവർ തന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. ഏത് ഇക്വേഷനായിരുന്നു? ഒറ്റ ഇക്വേഷനെ പറഞ്ഞു എന്നുള്ളായിരുന്നു. ഏത് ഇക്വേഷനായിരുന്നു? അല്ല, അത് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷനാണ്. അത് T1 T2 ഒക്കെ അറിയാവുന്ന. ഇവിടെ T1 T2 നമുക്ക് അറിയാവോ? T1 T2 ഒന്നും നമ്മുടെ ഇല്ല, അതൊന്നും ഇല്ല. പിന്നെ എന്തുള്ളത്? പവറാണ്. പവർ വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചില്ല. എന്തുവായിരുന്നു? 9.55 ഇൻറ്റു 10⁻6 ഇൻറ്റു പവർ ഡിവൈഡഡ് ബൈ n. ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ? ഈ ഇക്വേഷൻ എവിടെ കിടക്കുന്നത്? പേജ് നമ്പർ 50. ഏത് ഇക്വേഷനായിരുന്നു? 3.3a. കണ്ടോ? എല്ലാവരും കണ്ടോ? പേജ് നമ്പർ 50 3.3 ഇക്വേഷൻ കണ്ടോ? പേജ് നമ്പർ 50 3.3 ഇക്വേഷൻ കണ്ടോ? കണ്ടോടാ? ഈ ഇക്വേഷൻ കിട്ടിയോ ഡേറ്റാ ബുക്കിനകത്തുനിന്ന്? കിട്ടിയോ? കിട്ടിയില്ല.
ആ അപ്പോൾ അതിനകത്ത് പവറിൻ്റെ വാല്യൂ ഉണ്ട്. എന്നെന്ന് വെച്ചാൽ എന്തുവാ, എന്നെന്ന് വെച്ചാൽ ആർ പി എം ആ. എന്നിൻ്റെ വാല്യൂ ആർ പി എമ്മിൽ കൊടുക്കുക. അപ്പോൾ ടി കണ്ടുപിടിച്ച് ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ച്. പേജ് നമ്പർ ഉണ്ട്, പേജ് നമ്പർ 50 3.3a ഇക്വേഷൻ ഉണ്ട്. 9.55 ഇൻറ്റു 10⁶ ഡിവൈഡ് ബൈ പി ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമുക്ക് ഈ ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം എന്താ, ഇവിടെ T1 T2 ഒന്നും അറിയത്തില്ല. പിന്നെ എന്ത് മാത്രമേ അറിയത്തുള്ളൂ, എന്ത് മാത്രമേ അറിയത്തുള്ളൂ. ആ അപ്പോൾ പവർ വെച്ചിട്ടുള്ള ഇക്വേഷൻ എടുത്ത്. ഓക്കെ, പവർ എത്ര കിട്ടിയെന്ന്, ടോർക്ക് എത്ര കിട്ടിയെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ടോർക്ക് എത്ര കിട്ടിയെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. എൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ ആർ പി എമ്മോ? എന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 120 RPM ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര കിട്ടി ടോർക്ക്? ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? ടോർക്ക് 79.5 ഇൻറ്റു 10⁶ ആണോ? എനിക്ക് നോക്കട്ടെ. കിലോ വാട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പി കിടക്കുന്നത്. യൂണിറ്റ് കിലോ വാട്ടിലല്ലേ ഡേറ്റ ബുക്കിൽ കിടക്കുന്നത്? നോക്കിയേ, 49ാമത്തെ പേജ് നോക്കിയേ, പിയുടെ യൂണിറ്റിൻ്റെ കിടക്കുന്നത്. ഡേറ്റ ബുക്കിൽ കിടക്കുന്ന പിയുടെ യൂണിറ്റ് പി പവർ ഇൻ കിലോ വാട്ടല്ലേ? അപ്പം നമ്മൾ കിലോ വാട്ടിൽ തന്നെ ഈ ആൻസർ കിട്ടുന്നില്ലേ? കിട്ടിയോ? ഓക്കെ, ഇക്വേഷനകത്ത് തൊട്ടിപ്പുറത്തായിട്ട് SI യൂണിറ്റ് എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ പവർ വാട്ടിലല്ലേ വരുന്നത്? SI യൂണിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഡേറ്റ ബുക്കിനകത്ത് ഫോളോ ചെയ്തേക്കുന്നത് ഇപ്പുറത്തോട്ട് നോക്കിയേ. പേജ് നമ്പർ 49 കൊടുത്ത് നോക്കിയേ. പവർ കിലോ വാട്ട് എന്നല്ലേ അതിനകത്ത് കൊടുത്തേക്കുന്നത്. സിമ്പിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ട എന്താ പറഞ്ഞത്? മൊമെൻ്റ് അല്ലേ, ബെൻഡിങ് മൊമെൻ്റ് അല്ലേ? ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ വേണ്ടേ? എമ്മിൻ്റെ ഇക്വേഷൻ ഞാൻ എന്തുവാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ടോട്ടൽ ടെൻഷൻ T1 പ്ലസ് T2 അല്ലേ ഇൻറ്റു എന്താ പറഞ്ഞത്? ലെങ്ത് അല്ലേ പറഞ്ഞത്? ടോട്ടൽ ടെൻഷൻ T1 പ്ലസ് T2
ഇൻറ്റു ലെങ്ത് അല്ലേ പറഞ്ഞത്. അപ്പോൾ T1 അറിയത്തില്ല, T2 അറിയത്തില്ല, ലെങ്ത് നമുക്കറിയാം അല്ലേ, ഈ ഒരു ലെങ്ത് നമുക്കറിയാം. പക്ഷേ ഇവിടെ T1 T2 മാത്രമല്ല, വേറെ ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട് ആ ഒരു പുള്ളിയില. എന്ത് വന്നേക്കുന്നത്, പുള്ളിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. പുള്ളിയുടെ വെയിറ്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എടുക്കണ്ടായിരുന്നു, പക്ഷെ പുള്ളിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എടുക്കണം, ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഫോർമുല വരുമ്പോഴത്തേന് T1 T2 അതിൻ്റെ കൂടെ എന്തും കൂടെ വരും, പറഞ്ഞേ, പ്ലസ് വെയിറ്റ്. അപ്പം നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് അബൌട്ടോട്ട് മൊമെൻ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പോയിൻ്റ് അബൌട്ടോട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ T1 പ്ലസ് T2 പ്ലസ് W ഇൻറ്റു L ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഈ T1 അറിയത്തില്ല, T2 അറിയത്തില്ല, W അറിയാമോ, എല്ലും അറിയാം. ഇപ്പോൾ T1 T2 കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടിയേനെ അല്ലേ. T1 T2 കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബെൽറ്റിൻ്റെ ആംഗിൾ എത്ര വന്നേക്കുന്നത്, 3.14 റേഡിയൻ അല്ലേ. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, പേജ് നമ്പർ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മില്ലിമീറ്റർ അല്ലേ. പവർ കിലോ വാട്ടിൽ എഴുതിയാലും ഒരു ഡേറ്റ ബുക്കിനകത്ത് കിലോ വാട്ടിനല്ല കൊടുത്തേക്കുന്നത് പവറിൻ്റെ യൂണിറ്റ്. പിന്നെന്താ, ഓക്കെ നമുക്കിപ്പോൾ T1 ഓക്കെ എം വേണം. ഓക്കെ എം വേണം അല്ലേ. ഓക്കെ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്തോ. ഈ ഒരു പോയിൻ്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്, W ഉണ്ട്. T1 ഉണ്ട്, T2 ഉണ്ട്, W ഉണ്ട്. T1 T2 W ഉണ്ടപ്പോൾ തന്നെ എന്ത് വരും, T1 T2 W. T1 പ്ലസ് T2 പ്ലസ് W എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്, L 300. അപ്പം നമ്മുടെ L അറിയാം, W അറിയാം, പക്ഷേ T1 T2 നമുക്ക് അറിയത്തില്ല. മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് T1 T2 നമുക്ക് അറിയത്തില്ല. അപ്പോൾ T1 T2 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇക്വേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പേജ് നമ്പർ 290 എടുത്തേ. പേജ് നമ്പർ 290ക്കകത്ത് ഇക്വേഷൻ 14.3a എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കിയേ. T1 ബൈ T2 ഇസിക്കൽ ടു എന്ത് കൊടുത്തേക്കുന്നത്, T1 ബൈ T2 ഇസിക്കൽ ടു എന്ത് കൊടുത്തേക്കുന്നത്, e raised to mu theta. T1 ബൈ T2 ഇസിക്കൽ ടു e raised to mu theta ഇല്ലേ. തീറ്റയുടെ വാല്യൂ എത്ര കൊടുക്കുന്നത്, റേഡിയനിൽ എത്ര കൊടുത്തേക്കുന്നത്, 3.14. മ്യൂ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി ഈസ് 0.3. ക്വസ്റ്റ്യന് 0.3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, T1 ബൈ T2 കണ്ടുപിടിച്ചേ. T1 ബൈ T2 കണ്ടുപിടിച്ചേ. T1 ബൈ T2 കണ്ടുപിടിച്ചേ. T1 ബൈ T2 ഇസിക്കൽ ടു എത്ര അത് കണ്ടുപിടിച്ചേ. കിട്ടിയ ടി എന്ന് പറയുന്നത് നമ്മുടെ DC-യുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുന്ന രീതി തന്നെയാണ്. കിട്ടിയ ടി എന്ന് പറയുമ്പോഴത്തേന് DC D0 ഇക്വേഷനകത്ത് അതെ 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 അതെ. T1 ബൈ T2 എത്ര കിട്ടിയത്, T1 by T2 പേജ് നമ്പർ എത്ര, 290. 14.3 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുമ്പോൾ T1 ബൈ T2 ഇസിക്കൽ ടു e raised to mu theta എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്.
T1/T2 ഈക്വൽ ടു u⁻μ θ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ T1/T2യുടെ റേഷ്യോ എത്ര കിട്ടും? 2.57 കിട്ടും. അപ്പോൾ T1 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ 2.57 ഇൻറ്റു T2 എന്ന് കിട്ടും. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ടോർക്കിന് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ പഴയ ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വെച്ചത് ഇക്വേഷൻ എന്തുവാ ടോർക്കിൻ്റെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ ഒരു പുള്ളിയിലുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? T1 മൈനസ് T2 ഇൻറ്റു റേഡിയസ്. T1 മൈനസ് T2 ഇൻറ്റു അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ബോക്സിലിട്ട് വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ടോർക്ക് ഇസിക്കൽ ടു ആ ഒരു പുള്ളിയിലുള്ള ടോർക്ക് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ടെൻഷൻ എന്തൊക്കെയുണ്ടോ ആ ടെൻഷൻ്റെ സബ്ട്രാക്ട് ചെയ്യും. T1 മൈനസ് T2 ഇൻറ്റു റേഡിയസ്. T1 മൈനസ് T2 ഇൻറ്റു റേഡിയസ്. നോക്കി, അപ്പം നോക്കി T1 T എന്ന് പറയുന്നത് അറിയത്തില്ലേ നമുക്ക്? ടിയുടെ വാല്യൂ അറിയോ? ടിയുടെ വാല്യൂ അറിയോ? ഓക്കെ. T1 എന്തോ എടുക്കണം? T1 ആറിൻ്റെ വാല്യൂ അറിയില്ലേ? ഡയമീറ്റർ വന്നിട്ടുണ്ട്, ഡയമീറ്റർ. അപ്പോൾ 6 കിട്ടത്തില്ലേ? D/2 ചെയ്യുമ്പം 6 കിട്ടും. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്തോ കിട്ടും? എന്താ കിട്ടും? അവിടുന്ന് എന്താ കിട്ടും? എന്താ കിട്ടുന്നേ? അവിടുന്ന് സൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് എന്തോൻ്റെ വാല്യൂ കിട്ടും? T2ൻ്റെ വാല്യൂ ഇത് കണ്ടുപിടിച്ച്. അപ്പം നമുക്ക് T1ൻ്റെ വാല്യൂ ഇവിടുന്ന് എത്ര കിട്ടി? T1ൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഒരു 506 അല്ലെങ്കിൽ 510 കിട്ടുന്നു. T1 അല്ല, T2ൻ്റെ വാല്യൂ. പിന്നെ T1ൻ്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേന് T1ൻ്റെ വാല്യൂ ഒരു 1305 കിട്ടുന്നു. പിന്നെ നമുക്ക് M കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുക? അതിനകത്ത് ഇട്ട് കൊടുക്കുക. T1 ഉണ്ട്, T2 ഉണ്ട്, W ഉണ്ട്, L ഉണ്ട്. അപ്പോൾ M കിട്ടി. M കിട്ടിക്കഴിഞ്ഞാൽ എമ്മും ഇപ്പോൾ എല്ലാം കിട്ടി അല്ലേ? M കിട്ടി, ടോർക്കും കിട്ടി. നമ്മൾ ഇനി എന്ത് കൊടുക്കണം? D ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. D ഈക്വൽ ടു 16/π ടോ മാക്സ്. സാറേ ഒരു ഡൗട്ട് സാറേ, ചോദിച്ചോ. ഈ ടോർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള് ന്യൂട്ടൺ മില്ലിമീറ്ററിൽ അല്ലേ? ന്യൂട്ടൺ മില്ലിമീറ്ററില്ല അല്ലേ? ഇപ്പൊ സാർ നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യുന്നത്? സാറേ എമ്മിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ T1 + T2 + W ആണ്. അല്ലല്ലല്ല, T1 T2 ടോർക്ക് അല്ലല്ലോ. T1 2T എന്തുവാ? ഫോഴ്സ് സാർ. T1 2 ടെൻഷൻ. T1ൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? T2ൻ്റെ യൂണിറ്റ് ന്യൂട്ടണാ. കാരണം ഇത് ബെൽറ്റിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാ. ആ ടെൻഷൻ കൊണ്ടാണ് നമ്മുടെ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഷാഫ്റ്റിന് പവർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ ഡിയുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. ഡിയുടെ ഇക്വേഷൻ ഇതാണ്. CMൻ്റെ വാല്യൂ, ടോമാക്സ് വാല്യൂ, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്, CTയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ടോർക്കിൻ്റെ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഡിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച് പറ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 51 കിട്ടും. പക്ഷേ അത് സ്റ്റാൻഡേർഡ് ഡയമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് 56 കിട്ടും. കിട്ടുന്നുണ്ടെന്ന് പറ.